രാമചരിതത്തെ പരാമർശിക്കപ്പെടാതെ മലയാള സാഹിത്യം പൂർണ്ണമാകുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് രാമചരിതത്തെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, കണ്ടുകിട്ടിയതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയ പാട്ടുകൃതിയാണ് രാമചരിതം എന്നുള്ളത്. ആരാണ് രാമചരിതം പൊതുശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്നുള്ളത് അത് നമുക്ക് വളരെ സ്വീകാര്യമായിട്ടുള്ളൊരു പേരാണ് ഹെർമൻ ഗുണ്ടർട്ട്. അദ്ദേഹം മലയാള നിഘണ്ടുവിൻ്റെ മുഖവുരയിലാണ് ഈ രാമചരിതം ആദ്യം പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. നമ്മൾ പൊതുവെ രാമചരിതത്തെക്കുറിച്ചുള്ള പല വിശേഷണങ്ങളും കേട്ടിട്ടുണ്ട്. പാട്ടുഭാഷ സാഹിത്യത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉൾക്കൊള്ളുന്ന പാട്ടുകൃതിയാണ് ഈ പറയുന്ന രാമചരിതം എന്നുള്ളത് നമ്മൾ അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഹെർമൻ ഗുണ്ടർട്ട് രാമചരിതവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള മറ്റൊരു അഭിപ്രായം ഇവിടെ നമ്മൾ സൂചിപ്പിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ഭാഷയുടെ രൂപത്തെപ്പറ്റി അദ്ദേഹം പറയുന്നത്, പോർച്ചുഗീസുകാർ വരുന്നതിന് മുമ്പുള്ള ഭാഷയുടെ പ്രാക്തന രൂപമാണ് രാമചരിതത്തിൽ കാണുന്നുള്ളത് എന്നുള്ളതാണ്. ഇത് പലയാവർത്തി UGC ചോദിച്ചു കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു പോവുക. നമുക്കറിയാം, രാമചരിതം അല്ലെങ്കിൽ പ്രാചീന സാഹിത്യത്തിലെ ഒട്ടുമിക്ക കൃതികളും നമ്മൾ പഠിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ഈ കവിയെ സംബന്ധിച്ച്, ഭാഷയെ സംബന്ധിച്ച്, അതോടൊപ്പം തന്നെ കാലത്തെ സംബന്ധിച്ച്, ഇതെല്ലാം ഒരുപാട് തരത്തിൽ പല പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങളുടെ ഒരു സംവാദവേദിയായിട്ട് മാറിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ രാമചരിതം എന്നല്ല, പൊതുവിൽ ഈ പറയുന്ന പ്രാചീന കൃതികൾ, എല്ലാ കൃതികൾ പഠിക്കുമ്പോഴും ഇത് നമ്മൾ നേരിടേണ്ടി വരുന്നൊരു വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ പല അഭിപ്രായങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നൊരു സാഹചര്യമൊക്കെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചുണ്ടാകാറുണ്ട്. അപ്പോൾ അത് വരാതെ കൃത്യമായിട്ട് പഠിച്ചു പോവുക എന്നുള്ളതാണ്. ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ തന്നെ രാമചരിതത്തെ സംബന്ധിച്ച്, രാമചരിതത്തിൻ്റെ രചനാകാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങൾ നമുക്ക് ഇനി നോക്കാം. അതിൽ കുറച്ച് ബന്ധിപ്പിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാം. അപ്പോൾ എൻ്റെയൊക്കെ അധ്യാപകർ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളൊരു വിദ്യയാണിത്. അയൽ കെട്ടുന്നത് പോലെ കാലഗണനക്രമത്തിൽ പഠിച്ചു പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലിരിക്കും എന്ന് പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പറയുകയാണെങ്കിൽ, ഉള്ളൂരിൻ്റെ അഭിപ്രായത്തിൽ 12ാം ശതകത്തിലാണ് രാമചരിതം രചിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ കേരള പാണിനി AR പറയുന്നത് 13ാം ശതകമാണ്, കൊല്ലവർഷം 13ാം ശതകമാണ് ഇതിൻ്റെ രചനാകാലം എന്നാണ്. അപ്പോൾ 12 തുടങ്ങി 13 AR ആണ് പറഞ്ഞു. പിന്നീട് KM ജോർജിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്, ഇത് ബന്ധിപ്പിച്ച് പഠിക്കാനുള്ളൊരു എളുപ്പവഴി ഞാൻ പറയാം, 12ഓ 13ഓ ശതകമാകാനാണ് സാധ്യത എന്നുള്ളതാണ് KM ജോർജ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 12 എന്ന് നമ്മൾ ഉള്ളൂർ പറഞ്ഞു, 13 എന്നുള്ളത് AR പറഞ്ഞു, 12ഓ 13ഓ ആകാനാണ് സാധ്യത എന്നുള്ളതാണ് KM ജോർജിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ഇതുമായി അതേപോലെ തന്നെ രാമചരിതത്തിൻ്റെ രചനാകാലവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രമുഖ പണ്ഡിതൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് N കൃഷ്ണപിള്ളയുടേതാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് 12ാം ശതകത്തിനും 15ാം ശതകത്തിനും ഇടയിലുള്ള ഒരു കാലത്താണ് രാമചരിതം രചിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് കാലഗണന ക്രമത്തിൽ തന്നെ നിങ്ങൾ അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ച് പഠിക്കാം. ഇനി ഇതുപോലെ തന്നെ രാമചരിതത്തിൽ വരുന്ന മറ്റൊരു അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്, കവി ആരാണ്, അല്ലെങ്കിൽ കവിയുടെ വേരുകൾ എവിടെ എല്ലാമാണ്. അപ്പോൾ നമുക്ക് മണിപ്രവാള കൃതികളെയോ പ്രാചീന കൃതികളൊക്കെ പഠനത്തിൽ ഏറ്റിട്ടുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നതും ഒരുപക്ഷെ ഇതായിരിക്കാം. ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളിലേക്ക് ചകഞ്ഞ് പോകുമ്പോൾ, ഈ കവി ഈ രാജാവായിരുന്നു, അല്ലെങ്കിൽ അവരുടെ മകളായിരുന്നു ഈ പറയുന്ന കഥാപാത്രം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോകുമ്പോൾ പഠിക്കപ്പെടേണ്ട പല കാര്യങ്ങളും പഠിക്കപ്പെടാതെ പോയി എന്നുള്ള വിമർശനങ്ങളൊക്കെ ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചീരാമനാണ് രാമചരിതം എഴുതിയിട്ടുള്ളതെന്ന് പൊതുവേ മലയാള സാഹിത്യ വിദ്യാർത്ഥികൾക്ക് നമ്മളെല്ലാവരും വിശ്വസിച്ച് പോരുന്നൊരു കാര്യമാണത്. അപ്പോൾ
ശ്രീരാമകവിയാണ് രാമചരിതത്തിൻ്റെ കർത്താവെന്ന് നമുക്ക് പൊതുവിൽ പറയാൻ കഴിയും. നമുക്കറിയാം ശ്രീരാമൻ്റെ തത്ഭവമാണ് ശ്രീരാമൻ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ വേരുകൾ തപ്പിപ്പോകുമ്പോൾ എത്തുന്നൊരു അഭിപ്രായമുണ്ട്. 1195 1208 ആ ഒരു കാലയളവിൽ വേണാട് ഭരിച്ചിരുന്ന ശ്രീ വീരരാമവർമ്മയാണ് ശ്രീരാമൻ എന്നുള്ള വ്യക്തി എന്നാണ് ഉള്ളൂർ പറയുന്നത്. അതിന് അദ്ദേഹം കൊണ്ടുവരുന്നൊരു തെളിവെന്ന് പറയുന്നത് ശ്രീപത്മനാഭനെ പോകിപ്പോക ചയനൻ എന്ന് ഈ കൃതിയിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പോകിപ്പോക ചയനൻ എന്ന് ശ്രീപത്മനാഭനെ വിശേഷിപ്പിച്ച കൃതി ഏത്, തിരിച്ചും മറിച്ചും എല്ലാം ചോദിച്ച് ഞാൻ കണ്ടിട്ടുള്ള ഒരു ഭാഗമാണിത്. അപ്പോൾ അത് പോകിപ്പോക ചയനൻ എന്ന് ശ്രീപത്മനാഭനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് രാമചരിതത്തിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നീട് അതോടൊപ്പം തന്നെ ഉത്തര കേരളത്തിലെ മണിയാണി നായന്മാരുടെ പൂർവികരാണ് രാമചരിതം എഴുതിയതെന്നുള്ളൊരു അഭിപ്രായം പ്രകടിപ്പിച്ചത് പ്രൊഫസർ PV കൃഷ്ണൻ നായരാണ്. അതും ഒരുപാട് തവണ ആവർത്തിച്ചു വന്നിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. അതും കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ ഘടന, ഈ പാട്ടുകൃതിയുടെ ഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമുക്കറിയാം 1814 ശീലുകളിലാണ് ഈ രാമചരിതം മുഴുവനായിട്ട് രചിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ 164 പടലങ്ങളുണ്ട്. അപ്പോൾ ഓരോ പടലത്തിലും 11 പാട്ടുകൾ വീതമാണ്. കൃത്യമായ അടുക്കുകളോടെ രചിക്കപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണ് ഈ പറയുന്ന രാമചരിതം. 1814 ശീലുകൾ, 164 പടലങ്ങൾ, ഓരോ പടലത്തിലും 11 പാട്ടുകൾ വീതം എന്നുള്ളതാണ് അതിൻ്റെ ഘടന എന്ന് പറയുന്നത്. നമുക്കറിയാം രാമായണത്തിലെ യുദ്ധകാന്ഡമാണ് ഇതിലെ മുഖ്യ പ്രതിപാദന വിഷയമെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും വീരരസം പ്രധാനമാണ് ഇതിലെ ഇതിവൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ വാൽമീകിയെ അനുകരിച്ചാണ് ഇതിൻ്റെ കാവ്യരചന നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഈ രാമചരിതം ഇത് പല വിമർശനങ്ങൾക്കും വിധേയമായിട്ടുള്ളൊരു നിലപാട് കൂടിയാണ്. അത് എന്താണെന്ന് വെച്ചാൽ രാമചരിതം എഴുതിയിട്ടുള്ളത് ചെറിയവർക്ക് വേണ്ടിയാണ്. ചെറിയവർ എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശൂദ്രർക്ക് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത് എന്നതിനുള്ള തെളിവായിട്ട് പലരും എടുത്തു കാണിക്കുന്ന ഒരു വരി എന്ന് പറയുന്നത് ഊനമറ്റെഴു മിരാമചരിതത്തിലൊരു തെല്ലൂഴിയിൽ എന്ന് തുടങ്ങുന്ന വരിയാണ്. അതിൻ്റെ തുടർച്ചയിൽ ചെറിയവർക്ക് വേണ്ടിയാണ് രാമചരിതം എഴുതിയിരിക്കുന്നത് എന്നുള്ളൊരു സൂചനയുള്ളതായിട്ട് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ രാമചരിതത്തെ സംബന്ധിച്ച് നമ്മൾ കുറച്ച് വരികൾ, ചോദിക്കാൻ സാധ്യതയുള്ള വരികൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഊനമറ്റെഴും രാമചരിതത്തിലൊരു തെല്ലൂഴിയിൽ എന്ന് തുടങ്ങുന്ന ഒരു 2 വരി നമ്മൾ ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരു തെളിവായിട്ട് ഇകലിൽ വെൻറി വിളയും എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താണ്? യുദ്ധത്തിൻ്റെ കാഠിന്യമാണ് അവിടെ കാണിക്കുന്നത്. അതായത് യുദ്ധത്തിൻ്റെ തീക്ഷ്ണതയാണ് കാണിക്കുന്നത് ഇകലിൽ വെൻറി വിളയും എന്നുള്ളത്. ഇതിനെ നേരെ വിമർശിച്ചു വരുന്ന എരുമേലിയുടെ ഒരു അഭിപ്രായമാണ്, ആന്തരിക സത്ത മുഴുവൻ അവതരിപ്പിക്കാതെ യുദ്ധകാന്ഡം മാത്രം അവതരിപ്പിച്ച രാജപക്ഷക്കാരനാണ് ഈ പറയുന്ന ശ്രീരാമൻ എന്നുള്ളത്. അത് എരുമേലിയുടെ അഭിപ്രായമാണ്. ഇനി ഇപ്പോൾ നമ്മൾ രചനാക്കാലം പറഞ്ഞു, അതോടൊപ്പം തന്നെ കവിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു. ഇനി ഭാഷയുമായിട്ട് വന്നിട്ടുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ നമ്മളിവിടെ സൂചിപ്പിച്ച് പോകേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ചെന്തമിഴും മലയാളവും ചേർന്ന മിശ്ര ഭാഷയാണ് രാമചരിതത്തിലെ ഭാഷ എന്നുള്ള അഭിപ്രായം പ്രകടിപ്പിച്ചത് ആറ്റൂരാണ്. ഓക്കെ, കേരള പാണ്ഡിനി അവിടെ നമ്മൾ പറഞ്ഞു 13ാം ശതകമാണ് രചനാകാലം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിനോട് ബന്ധപ്പെടുത്തി തന്നെ പഠിച്ചു പോവുക. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കരിന്തമിഴ് കാലത്തുള്ള ഏകദേശം 9 മുതൽ 13ാം ശതകം വരെയുള്ള ഒരു കാലയളവിൽ ഈ പ്രദേശങ്ങളിൽ ഉപയോഗിച്ചിരുന്ന കരിന്തമിഴ് കാലത്തുള്ള ഭാഷയാണ് രാമചരിതത്തിലുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ളത് കേരള പാണിനിയാണ്.
മറ്റൊന്ന് ഉള്ളൂരിൻ്റെ കാലം, രചനാകാലം നമ്മൾ അവിടെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് 12-ാം ശതകം എന്നുള്ളതാണ്. അതിനോട് ബന്ധിപ്പിച്ച് തന്നെ പഠിച്ചു പോവുക. അപ്പോൾ ഇവിടെ അദ്ദേഹം ഭാഷയുടെ പ്രത്യേകതയായിട്ട് പറഞ്ഞിട്ടുള്ളത് മലയാളപ്പാട്ടിന് ഉപയോഗിച്ച സാഹിത്യ ഭാഷയിലാണ് രാമചരിതം എഴുതിയിരിക്കുന്നത് എന്നുള്ളത് ഉള്ളൂരിൻ്റെ അഭിപ്രായമാണ്. മറ്റൊന്ന് PV കൃഷ്ണൻ നായരുടെ അഭിപ്രായമാണ്. PV കൃഷ്ണൻ നായർ നമ്മളവിടെ പറഞ്ഞു മണിയാണി നായന്മാരുടെ പൂർവികരാണ് ഈ രചന നടത്തിയിട്ടുള്ളത് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞത് കമ്പരാമായണം, ചിന്താമണി തുടങ്ങിയ വിരുത്തങ്ങളിൽ നിബന്ധിച്ചിട്ടുള്ള പാട്ടുകൃതിയാണ് ഈ പറയുന്ന രാമചരിതം എന്നുള്ളതാണ്. ആരാണത് പറഞ്ഞത്? പ്രൊഫസർ PV കൃഷ്ണൻ നായർ. ഓക്കെ. പിന്നെ ഈ പറയുന്ന രീതിയിൽ ശ്രീരാമകവി ഒരു രാജപക്ഷക്കാരനാണ്, അല്ലെങ്കിൽ ജാതിയിൽ ഉയർന്ന വ്യക്തിയാണ്, സാധാരണക്കാരനോട് തുല്യമായ നിലയുണ്ടായിരുന്ന വ്യക്തിയല്ല എന്നതിന് തെളിവായിട്ട് എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രാചീന നാടോടി തമിഴ് പാട്ടുകളുണ്ടല്ലോ, അവയെല്ലാം എഴുതിയിട്ടുള്ളത് കുടപ്പനയോലയിലാണ്. എന്നാൽ നമ്മുടെ രാമചരിതം എഴുതിയിരിക്കുന്നത് താളിയോലയിലാണ്. അത് വളരെ വലിയൊരു വൈരുദ്ധ്യമാണ്. ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ പലതരത്തിലും ഉണ്ടായിട്ടുള്ള അഭിപ്രായങ്ങൾ ഖണ്ഡിച്ചു കൊണ്ടുവരുന്ന പല നിഗമനങ്ങളാണ് ഇവയൊക്കെ. മറ്റൊന്ന് ഏറ്റവും അടുത്തത് പറയാൻ പോകുന്നത് നോട്ട് ചെയ്ത് വെക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് രാമചരിതത്തിൽ കൂത്തരങ്ങിൻ്റെ സ്വാധീനമുണ്ട്. രാമചരിതത്തിൻ്റെ രചനയിൽ കൂത്തരങ്ങിൻ്റെ സ്വാധീനമുണ്ട് എന്നുള്ളതാണ്. അത് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഭാഷാപരിമളത്തിൻ്റെ കർത്താവായിട്ടുള്ള നടുവട്ടം ഗോപാലകൃഷ്ണനാണ്. ഓക്കെ. രാമചരിതത്തിൻ്റെ രചനയിൽ കൂത്തരങ്ങിൻ്റെ സ്വാധീനമുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് നടുവട്ടം ഗോപാലകൃഷ്ണനാണ്. UGC റിപ്പീറ്റഡ് ക്വസ്റ്റ്യനിൽ ഒന്നാണിത്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു പോവുക. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, തെളിവായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് സീതാപഹരണം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന സീതാപഹരണം ചിത്രീകരിക്കുന്നതിന് ശ്രീരാമകവി ഉപയോഗിച്ചിരിക്കുന്നത് ആശ്ചര്യചൂഡാമണിയെയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. നമുക്കറിയാം ആശ്ചര്യചൂഡാമണി എന്ന് പറയുന്നത് ചാക്യാന്മാർ കൂത്തിനും കൂടിയാട്ടത്തിനും രാമായണത്തെ ഉപജീവിച്ചെഴുതിയ ഒരു കൃതിയാണ് ഈ പറയുന്ന ആശ്ചര്യചൂഡാമണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന സീതാപഹരണം ചിത്രീകരിക്കുന്നതിന് ശ്രീരാമൻ ഉപയോഗിച്ചിരിക്കുന്നത് ആശ്ചര്യചൂഡാമണിയാണ് എന്നുള്ള നിഗമനം. അതിനോട് ചേർത്ത് വായിക്കേണ്ടത് രാമചരിതത്തിൽ കൂത്തരങ്ങിൻ്റെ സ്വാധീനമുണ്ട്. ആരാണ് പറഞ്ഞത്? നടുവട്ടം ഗോപാലകൃഷ്ണൻ. ഓക്കെ. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പോവുക. ഇനി രാമചരിതത്തിൻ്റെ ഭാഷാ പ്രത്യേകതകളിൽ പറയാനുള്ളത് സംസ്കൃത പദങ്ങൾ തത്സമങ്ങളായി തന്നെ രാമചരിതത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് പല ആവർത്തി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് രാമചരിതം തമിഴ് കാവ്യമാണെന്ന് ആദ്യമായിട്ട് അഭിപ്രായപ്പെട്ടത് ആരാണ് എന്നുള്ളതാണ്. അത് TA ഗോപിനാഥ റാവുവാണ്. അത് പലയാവർത്തി ചോദിച്ചിട്ടുണ്ട്. അതും കൃത്യമായിട്ട് രേഖപ്പെടുത്തി പോവുക. ഭാഷയുമായി ബന്ധപ്പെട്ട മറ്റൊരു അഭിപ്രായം തമിഴും മലയാളവും കലർന്ന തെക്കൻ തിരുവിതാംകൂറിലെ ഭാഷയാണ് രാമചരിതത്തിലേത് എന്ന് പറഞ്ഞിട്ടുള്ളത് ആറ്റൂര്, അതോടൊപ്പം തന്നെ ചേലനാട് അച്യുതമേനോനും കൂടിയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ തമിഴ് എന്നുള്ളൊരു വാക്ക് നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ തമിഴിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇളംകുളം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് തമിഴിന് കേരള ഭാഷ എന്ന വ്യാപകമായൊരു അർത്ഥമുണ്ട് എന്ന് ഇളംകുളം പറയുന്നുണ്ട്. ഇനി നമ്മുടെ കൃതിയുടെ രാമചരിതത്തിൻ്റെ ഭാഷാ സ്വഭാവങ്ങൾ പറയുമ്പോൾ രാമചരിതത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഭാഷയ്ക്ക് വിരവിയൽ സ്വഭാവമുണ്ട്. അതോടൊപ്പം തന്നെ സംസ്കൃത പദങ്ങൾ സ്വീകരിക്കുന്നതിന് നമ്മൾ പറയുന്ന ആ ഒരു ശൈലിയെ പറയുന്നത് വടചൊല്ലെന്നും, അതോടൊപ്പം തന്നെ അന്യഭാഷാ പദങ്ങൾ സ്വീകരിക്കുന്നതിന് തീച്ചൊല്ലു എന്നാണ് പറയുന്നത്. ഇത് രണ്ടും ഇതിൽ ഉപയോഗിച്ച് കാണുന്നുണ്ട്.
അതോടൊപ്പം തന്നെ മറ്റൊന്ന് ഡോക്ടർ പി.കെ. നാരായണ പിള്ളയുടെ ഒരു അഭിപ്രായം നമ്മൾ ഒപ്പം തന്നെ പഠിച്ചു പോകേണ്ടതുണ്ട്. തമിഴിൻ്റെയും സംസ്കൃതത്തിൻ്റെയും അനുഗ്രഹം കൊണ്ടും മാധുര്യം കൊണ്ടും പ്രൗഢതയാർജിച്ച മലയാള ഭാഷയിൽ രാമചരിതം വിരചിക്കപ്പെട്ടു എന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ പി.കെ. നാരായണ പിള്ളയാണ്. അതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ സാഹിത്യ ചരിത്രങ്ങളെല്ലാം പൂർണ്ണമായിട്ട് വായിച്ച് റെഫർ ചെയ്ത് പഠിക്കേണ്ട വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ അത് നമ്മുടെ കൂടെ തന്നെ പഠിച്ചു പോവുക. മറ്റൊരഭിപ്രായം തിരുനെല്ലൂർ കരുണാകരൻ്റെതാണ്. ലീലാതിലകകാരൻ്റെ പാട്ടിൻ്റെ ലക്ഷണം ദ്രമിഡ സംഘാത നിബന്ധം ഭാഷ സംസ്കൃത യോഗം പാട്ട്. ശ്രദ്ധിക്കുക, നിബന്ധം കഴിഞ്ഞിട്ട് ഇവിടെ പറയുന്നത് ഭാഷാ സംസ്കൃത യോഗ പാട്ട് എന്ന ഭാഷയാണ് രാമചരിതം ഉപയോഗിച്ചിരിക്കുന്നത് എന്ന തരത്തിലുള്ള ഭാഷയാണ് രാമചരിതത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെയും ഞാൻ പറയുന്നു, ശ്രദ്ധിക്കുക. ദ്രമിഡ സംഘാത അക്ഷര നിബന്ധം യതുക മോന എന്നുള്ളതാണ് പാട്ടിൻ്റെ ലക്ഷണം പറയുന്നത്. ഇവിടെ തിരുനെല്ലൂർ കരുണാകരൻ ഉപയോഗിച്ചിരിക്കുന്നത് നിബന്ധം കഴിഞ്ഞിട്ട് ഭാഷാ സംസ്കൃത യോഗം പാട്ട് എന്ന രീതിയിലാണ് രാമചരിതത്തിലെ ഭാഷ എന്ന് പറഞ്ഞിട്ടുള്ളത്. തിരുനെല്ലൂർ കരുണാകരൻ കൃത്യമായിട്ട് ഓർത്തിരിക്കാം. മറ്റൊരഭിപ്രായം ഡോക്ടർ കെ.എൻ. എഴുത്തച്ഛൻ്റെതാണ്. തനി മലയാളത്തിൻ്റെ ചട്ടക്കൂടിൽ വാർന്നു വീണ ക്ലാസിക് മഹാകാവ്യം എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഡോക്ടർ കെ.എൻ. എഴുത്തച്ഛനാണ്. ഇനി ഇതിൻ്റെ പ്രസിദ്ധീകരണത്തിൻ്റെ ഒരു കാലയളവ് നമുക്ക് പറഞ്ഞു വയ്ക്കുകയാണെങ്കിൽ, പ്രാചീന മലയാള മാതൃകകൾ എന്ന പേരിൽ ആദ്യ 30 പടലങ്ങൾ ആരാണ് പ്രസിദ്ധീകരിക്കുന്നത്? ഉള്ളൂരാണ്. ആദ്യ 30 പടലങ്ങൾ ഏത് പേരിൽ? പ്രാചീന മലയാള മാതൃകകൾ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുന്നത്. പിന്നീട് ആദ്യ 82 പടലങ്ങൾ മദ്രാസ് സർവകലാശാല 1925 പ്രസിദ്ധീകരിക്കുന്നത്. അത് തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ ശ്രീചിത്രോദയ മഞ്ജരി ഭാഷാ ഗ്രന്ഥാവലിയിലെ 4ാം നമ്പറായിട്ടാണ് പ്രസിദ്ധപ്പെടുത്തുന്നത് എന്നതുകൂടി ഓർത്തിരിക്കുക. ഇനി ഇത് പൂർണ്ണ രൂപത്തിൽ രാമചരിതം പ്രസിദ്ധീകരിക്കുന്നത് 1932 പൂർണ്ണമായിട്ട് രാമചരിതം പ്രസിദ്ധീകരിക്കുന്നത് 1932 ആദ്യം ഉള്ളൂർ 30 പടലങ്ങൾ, 82 പടലങ്ങൾ മദ്രാസ് സർവകലാശാല 1932 പൂർണ്ണമായിട്ടും പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി രാമചരിതത്തെ നമ്മൾ തുടക്കത്തിൽ തന്നെ ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ ഒരു അഭിപ്രായം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത്, രാമചരിതത്തെ കളഞ്ഞു കിട്ടിയ നിധി എന്ന് വിശേഷിപ്പിച്ചത് ഹെർമൻ ഗുണ്ടർട്ട് തന്നെയാണ്. അതുകൂടി നമ്മളിതിൻ്റോടൊപ്പം ചേർത്ത് വായിക്കുക. പിന്നൊന്ന്, കൽപ്പിച്ചുണ്ടാക്കിയ കാവ്യം എന്നാദ്യമായി രാമചരിതത്തെക്കുറിച്ച് ഉള്ള ഒരഭിപ്രായം പറഞ്ഞത് കോവുണ്ണി നെടുങ്ങാടിയാണ്. കൽപ്പിച്ചുണ്ടാക്കിയ കാവ്യമെന്ന് ആദ്യമായിട്ട് കോവുണ്ണി നെടുങ്ങാടിയാണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. മറ്റൊന്ന്, സംസ്കൃത അക്ഷരമാലയ്ക്ക് മുൻപുള്ള ഒരു ഭാഷയുടെ ഒരു പ്രാകൃത അല്ലെങ്കിൽ പ്രാക്തന രൂപമുണ്ടല്ലോ, അതാണ് രാമചരിതത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ആറ്റൂരാണ്. ഓക്കെ, മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, UGC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം കൂടിയാണ്. രാമചരിതകാരനെ മലയാളത്തിലെ ചോസർ എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്നത് ഉത്തരം എന്താണ്? ഉള്ളൂരാണ്. രാമചരിതകാരനെ മലയാളത്തിലെ ചോസർ എന്ന് വിശേഷിപ്പിച്ചത് ഉള്ളൂരാണ്. ഓക്കെ, അത് നിങ്ങൾ മറക്കാതിരിക്കുക. ഒരുപാട് തവണ ആവർത്തിച്ചൊരു ചോദ്യം കൂടിയാണത്. ഇനി രാമചരിതം ആൻഡ് ഏർലി മലയാളം അഥവാ രാമചരിതവും പ്രാചീന മലയാള പഠനവും എന്ന ഗ്രന്ഥത്തിൽ KM ജോർജ് രാമചരിതം കൃത്രിമ മിശ്ര ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത് എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കൃത്രിമ മിശ്ര ഭാഷയിൽ ഏത് കൃതിയിലാണ്? രാമചരിതം ആൻഡ് ഏർലി മലയാളം അല്ലെങ്കിൽ രാമചരിതവും പ്രാചീന മലയാള പഠനവും ആരുടേതാണ്? ഡോക്ടർ KM ജോർജിൻ്റെ കൃതിയിലാണ്. മിശ്രഭാഷയിലാണ് രാമചരിതം രചിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു TA ഗോപിനാഥ റാവു ഈ പറയുന്ന രാമചരിതം ഒരു തമിഴ് കാവ്യമാണെന്ന് ആദ്യമായിട്ട് അഭിപ്രായപ്പെട്ടു എന്ന് പറഞ്ഞു. മറ്റൊരു വ്യക്തി തമിഴ് കാവ്യമാണെന്ന് അഭിപ്രായപ്പെട്ടത് KG ശേഷയ്യർ കൂടിയാണ്. അത് രണ്ടും ബന്ധിപ്പിച്ചിട്ട് തന്നെ പഠിച്ചു പോവുക. പിന്നീട് കുറച്ച് അഭിപ്രായങ്ങൾ
ഒരു നിരയായിട്ട് തന്നെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. കേരളത്തിലെ ഭക്തിപ്രസ്ഥാന വേലിയേറ്റം സൂചിപ്പിക്കുന്ന ആദ്യ ഉന്നത തരംഗം എന്ന് ലീലാവതി വിശേഷിപ്പിച്ചിട്ടുള്ളത് രാമചരിതത്തെയാണ്. അതോടൊപ്പം തന്നെ വീരരസത്തിൻ്റെ വയലിൽ ഭക്തി വിളയിക്കുകയായിരുന്നു രാമചരിതകാരൻ ചെയ്തത് എന്നുള്ളതും ലീലാവതി ടീച്ചർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പിന്നീട് കൈരളി പദ്യസാഹിത്യത്തിലെ പ്രഭാത നക്ഷത്രമെന്ന് രാമചരിതത്തെ വിശേഷിപ്പിച്ചത് PV കൃഷ്ണൻ നായരാണ്. അത് ഏത് കൃതിയിലാണ്? രാമചരിതം ഒരു വിമർശനാത്മക പഠനം എന്നുള്ള കൃതിയിൽ അദ്ദേഹം കൈരളി പദ്യസാഹിത്യത്തിലെ പ്രഭാത നക്ഷത്രമെന്ന് രാമചരിതത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞു ശ്രീരാമൻ്റെ തൽഭവമാണ് ശ്രീരാമൻ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റൊരഭിപ്രായം എന്ന് പറയുന്നത് ശിവരാമനാണ് ശ്രീരാമനായതെന്നാണ് R നാരായണ പണിക്കരുടെ അഭിപ്രായം. ഓക്കെ, ശിവരാമനാണ് ശ്രീരാമനായതെന്ന് അഭിപ്രായപ്പെട്ടത് R നാരായണ പണിക്കരാണ്. പിന്നെ P ഗോവിന്ദപിള്ള പറഞ്ഞിട്ടുള്ളത് രാമചരിതം മലയാളത്തിൻ്റെ പൂർവ്വകൃതിക്ക് ലക്ഷ്യമാകുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് MM പുരുഷോത്തമൻ നായരുടെ അഭിപ്രായമല്ല, കുറച്ച് കൃതികൾ രാമചരിതത്തിൽ നിന്ന് മഹാഭാരതത്തിലേക്ക് എന്നുള്ള കൃതി എഴുതിയിട്ടുള്ളത് MM പുരുഷോത്തമൻ നായരാണ്. മറ്റൊരു കൃതി എന്ന് പറയുന്നത് രാമചരിതവും പ്രാചീന ഭാഷാ വിചാരവും എന്നുള്ളതാണ്. അത് നടുവട്ടം ഗോപാലകൃഷ്ണൻ്റെയാണ്. പിന്നെ മലയാള രാമചരിതം എഴുതിയിട്ടുള്ളത് R വേലുപ്പിള്ള ശാസ്ത്രി. അതോടൊപ്പം തന്നെ ഇളംകുളത്തിൻ്റെ ഒരു അഭിപ്രായം കൂടെ നമ്മൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. രാമചരിതം ഭാഷയുടെ അപ്രഭ്രംശാവസ്ഥയെ കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് ഇളംകുളമാണ്. അതുകൂടി ഓർത്തിരിക്കാം. പിന്നെ ലീലാവതി ടീച്ചറുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിശേഷണമെന്നോ അല്ലെ അഭിപ്രായമെന്നോ പറയാവുന്നത് ഇഷ്ടപാനീയത്തിൽ ഔഷധങ്ങൾ ചേർക്കുന്ന ഭിഷഗ്വരൻ്റെ തന്ത്രമാണ് രാമചരിതകാരനിൽ കാണുന്നത് എന്ന് ലീലാവതി ടീച്ചർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഊഴിയിൽ ചെറിയവർക്ക് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വരികൾ പോലെ തന്നെ ചില വരികൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വരിയുടെ തുടക്കം ഞാൻ പറയാം. വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതി പദാവലി തോന്നേണം കാലേ കാലേ എന്ന് പറയുന്ന നമുക്ക് അറിയുന്ന എഴുത്തച്ഛൻ്റെ രാമായണത്തിലെ വരിയാണത്. അതിന് സമാനമായിട്ട് രാമചരിതത്തിൽ കാണുന്നൊരു വരിയുണ്ട്. പരവയിൽ തിരകൾ നേരിടനുടൻ തേനുലാവിന പദങ്ങൾ വന്നു തിങ്കി നിയതം എന്നുള്ളതാണ് അതിന് സമാനമായിട്ട് രാമചരിതത്തിൽ ഉപയോഗിച്ചിട്ടുള്ള വരി എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി പോവുക. ഇനി മറ്റു കുറച്ച് അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ഘടന പറഞ്ഞു 164 പടലങ്ങളാണുള്ളത്. ഓരോ പടലത്തിലും 11 പാട്ടുകൾ വീതമാണുള്ളത് ഒക്കെ നമ്മൾ പറഞ്ഞു വെച്ചതാണ്. അപ്പോൾ ഈ ഒരു ഘടനയുണ്ടല്ലോ, ആ ഘടനയിൽ നിന്ന് മാറി ഈ പറയുന്ന 164 ഭാഗങ്ങളുള്ളതിൽ ഓരോന്നിലും 11 പാട്ടുകളുള്ള മുറ തെറ്റിച്ച് 12 വീതം പാട്ടുകളുള്ള 14 10 വീതമുള്ള 4 വിഭാഗങ്ങൾ രാമചരിതത്തിൽ കാണാം എന്നുള്ളതാണ്. അതായത് 164 ഭാഗങ്ങൾ, ശ്രദ്ധിച്ച് കേൾക്കുക, 164 ഭാഗങ്ങളുള്ളതിൽ ഓരോന്നിലും 11 പാട്ടുകളുള്ള ഒരു ഘടന നമ്മൾ പറഞ്ഞായിരുന്നു. ആ ഒരു മുറ തെറ്റിച്ച് 12 വീതം പാട്ടുകളുള്ള 14, 10 വീതമുള്ള 4 വിഭാഗങ്ങൾ രാമചരിതത്തിൽ കാണാം. അപ്പോൾ ഓരോ വിഭാഗത്തിലും 11 പാട്ടുകൾ ഉൾപ്പെടുത്തുന്നത് ചില നായന്മാരുടെയും ആഴ്വാർമാരുടെയും കൃതികളിലെ സമ്പ്രദായമാണ്. ആ സമ്പ്രദായം രാമചരിതത്തിൽ ലയിക്കപ്പെട്ടിട്ടുണ്ട്. അത് സൂചിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് N കൃഷ്ണപിള്ളയാണ്. അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി പോവുക. വളരെ വാലിഡായിട്ടുള്ള ഒരു പോയിന്റ് കൂടിയാണത്. അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു അഭിപ്രായം എന്ന് പറയുന്നത് കേക, മണികാഞ്ചി, ദ്രുതകാകളി, ഇന്ദുവദന, കുസുമമഞ്ജരി, മല്ലിക, മദനാർത്ത തുടങ്ങിയ സംസ്കൃത വൃത്തങ്ങളുണ്ടല്ലോ. ഈ പറയുന്ന സംസ്കൃത വൃത്തങ്ങളുടെ പ്രാഗ്രൂപങ്ങൾ രാമചരിതത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ളൊരു അഭിപ്രായം കൂടി N കൃഷ്ണപിള്ള പറഞ്ഞിട്ടുണ്ട്. പിന്നീട് കുറച്ച് സമാനതകൾ പറയുമ്പോൾ കമ്പരാമായണത്തിലെ 8-ാം പാട്ട്, അതോടൊപ്പം തന്നെ രാമചരിതം 1-ാം ഭാഗത്തിലെ 8-ാം പാട്ടും സമാനമായ ആശയങ്ങൾ വഹിക്കുന്നവയാണ്. ഓക്കെ, ഓർത്തിരിക്കുക. കമ്പരാമായണത്തിലെ 8-ാം പാട്ടും രാമചരിതത്തിലെ 1-ാം ഭാഗത്തിലെ 8-ാം പാട്ടും സമാനമായ ആശയങ്ങൾ വഹിക്കുന്നവയാണ്. ഭാഷയുടെ പ്രത്യേകതകൾ
കുറച്ചുകൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. വിഭക്ത്യന്ത സംസ്കൃത പദങ്ങൾ അതുപോലെ രാമചരിതത്തിൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതൊന്ന്. രണ്ടാമത്തത് അനുനാസികത്വകരമാക്കുന്ന വലിത്തൽ നിയമം. ഓക്കെ, മാറിപ്പോവരുത്. അനുനാസികത്വകരമാക്കുന്നതിനെയാണ് വലിത്തൽ എന്ന് പറയുന്നത്. ആ വലിത്തൽ നിയമം രാമചരിതത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അത് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഖരത്തെ അനുനാസികമാക്കുന്ന മെലിത്തൽ നിയമവും ഉപയോഗിച്ച് കാണുന്നു എന്നുള്ളതാണ്. അനുനാസികത്തെ ഖരമാക്കുന്ന വലിത്തൽ, മാറിപ്പോകരുത്, ഖരത്തെ അനുനാസികമാക്കുന്ന മെലിത്തൽ, ഈ രണ്ട് നിയമങ്ങളും രാമചരിതത്തിൽ ഉപയോഗിച്ച് കാണുന്നു. മറ്റൊന്ന് ഹ്രസ്വത്തെ ദീർഘമാക്കുന്ന നീട്ടൽ. അതോടൊപ്പം തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ, കൺഫ്യൂഷൻ വരാൻ സാധ്യതയില്ല. മറ്റൊന്ന് ദീർഘസ്വരത്തെ ഹ്രസ്വങ്ങളാക്കുന്ന രീതി കുറുക്കൽ, ഇതും ഉപയോഗിച്ച് കാണുന്നു എന്നുള്ളതാണ്. ഒരു പദത്തിനിടയിൽ പുതിയ വർണ്ണം ചേർത്ത് വികസിപ്പിക്കുന്ന വിരുത്തൽ രീതി, അതായത് വിരുത്തൽ രീതി എന്ന് പറയുമ്പോൾ അതിനെ വികസിപ്പിക്കുക എന്നർത്ഥത്തിൽ എടുത്താൽ മതി. ഒരു പദത്തിനിടയിൽ പുതിയ വർണ്ണം ചേർത്ത് വികസിപ്പിക്കുന്ന വിരുത്തൽ രീതി ഉപയോഗിച്ച് കാണുന്നു. ഓക്കെ, നമ്മളിപ്പോൾ എത്രാമത്തെ പോയിൻ്റാണ് പറഞ്ഞത്? വലിത്തൽ. വിഭക്ത്യന്ത സംസ്കൃത പദങ്ങൾ 1, വലിത്തൽ 2, മെലിത്തൽ 3, നീട്ടൽ 4, കുറുക്കൽ 5. ഓക്കെ, ആറാമത്തെ പോയിൻ്റാണ് വിരുത്തൽ രീതി എന്ന് പറയുന്നത്. അതായത് പദത്തിനിടയിൽ പുതിയ വർണ്ണം ചേർത്ത് വികസിപ്പിക്കുന്ന രീതി, അതാണ് വിരുത്തൽ. അത് ഉപയോഗിക്കുന്ന രീതി അംഗീകരിക്കുന്നുണ്ട്. പിന്നെ തൊകുത്തൽ നിയമം അംഗീകരിക്കുന്നുണ്ട്, ഉപയോഗിച്ചതായിട്ട് പറയുന്നുണ്ട്. പദാദിയിലോ, എന്താണ് തൊകുത്തൽ? പദാദിയിലോ പദാന്ത്യത്തിലോ ഉള്ള വർണ്ണത്തെ ലോപിപ്പിക്കുന്ന രീതിയാണ് തൊകുത്തൽ എന്ന് പറയുന്നത്. അതും രാമചരിതത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി വളരെ നീട്ടി ഞാൻ ഈ ക്ലാസ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി വളരെ ചുരുങ്ങി ഒരു 2-3 ആളുകളുടെ അഭിപ്രായം കൂടെ പറഞ്ഞ് നമുക്ക് ഈ രാമചരിതവുമായി ബന്ധപ്പെട്ട ക്ലാസ് അവസാനിപ്പിക്കാം. മറ്റൊരു കൃതി ചർച്ച ചെയ്ത് തുടങ്ങാം. ഓക്കെ, മറ്റൊരു അഭിപ്രായം ഇനി നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുള്ളത് പി ഗോവിന്ദപിള്ളയുടേതാണ്. ഇതിലെ ഭാഷ ശുദ്ധമായ ഇലക്കണ്ണ തമിഴ് രീതി വിട്ട് ശുദ്ധ മലയാളമാകുന്നതിൻ്റെ മാർഗത്തിലാണ് എന്നുള്ള അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുള്ളത് പി ഗോവിന്ദപിള്ളയാണ്. ഒന്നും കൂടെ ഞാൻ പറയാം, ഈ രാമചരിതത്തിലെ ഭാഷ ശുദ്ധമായ ഇലക്കണ്ണ തമിഴ് രീതി വിട്ടുകൊണ്ട് ശുദ്ധ മലയാളമാകുന്നതിൻ്റെ മാർഗത്തിലുള്ളൊരു ഭാഷയിലാണ് രാമചരിതം രചിക്കപ്പെട്ടിട്ടുള്ളത്. ആരുടെ അഭിപ്രായമാണ്? പി ഗോവിന്ദപിള്ളയുടേതാണ്. മറ്റൊന്ന്, സംസ്കൃത പ്രാമാണ്യമുള്ള മണിപ്രവാള ശൈലി നിലവിലിരുന്നതിന് സമാന്തരമായിട്ട്, നമുക്കറിയാം സംസ്കൃതത്തിന് വളരെ പ്രാധാന്യമുള്ള ഈ പറയുന്ന മണിപ്രവാള കാവ്യങ്ങൾ അല്ലെങ്കിൽ കൃതികൾ, ശൈലികൾ നിലനിന്നിരുന്നതിന് സമാന്തരമായിട്ട് തമിഴ് പ്രാമാണ്യം നിലവിലിരുന്നതിൻ്റെ തെളിവാണ് ഈ പറയുന്ന രാമചരിതത്തിൻ്റെ ഭാഷ എന്ന് ഉണ്ണിക്കിടാവ് പറയുന്നു. അപ്പോൾ ഇളംകുളം നമ്മൾ തമിഴെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുക, സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ പ്രദേശത്ത് മുഴുവനായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു ഭാഷ എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലാതെ ഇന്ന് കാണുന്ന രീതിയിൽ ഒരു കേവല പ്രദേശത്തെ മാത്രം ഭാഷ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ മാത്രം ഭാഷ എന്ന അർത്ഥത്തിലല്ല തമിഴ് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നുകൂടി ഓർത്തിരിക്കുക. അത്തരമൊരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ഉണ്ണിക്കിടാവാണ്. ഏറ്റവും അവസാനത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് മലയാളം തമിഴ് വേഷം കെട്ടിയ കാവ്യരൂപമാണ് ഈ പറയുന്ന രാമചരിതം എന്നുള്ളതാണ്. അത് KN എഴുത്തച്ഛൻ്റെതാണ്. ഒന്നുകൂടെ പറയാം, മലയാളം തമിഴ് വേഷം കെട്ടിയ കാവ്യരൂപമാണ് രാമചരിതം എന്നുള്ളൊരു അഭിപ്രായം KN എഴുത്തച്ഛൻ്റെതാണ്. അപ്പോൾ രാമചരിതവുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. വരികൾ, പ്രധാനപ്പെട്ട വരികൾ, പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ, പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ, കാലവുമായി ബന്ധപ്പെട്ടത്, കവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എല്ലാം കൃത്യമായിട്ട് തന്നെ കാലഗണനാക്രമത്തിൽ തന്നെ മനസ്സിൽ ഉറപ്പിക്കുക. ഓക്കെ.